എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ഓഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിപ്പോയി. അപ്പം അത് കാരണം കുറേ ഒന്നും കേൾക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എഡിറ്റ് ചെയ്തതിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്യപൂർവമായിട്ടുള്ള വാരാഹി ദേവിയുടെ മന്ത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പം നിങ്ങളത് ഡെയിലി 21 ദിവസം തുടർച്ചയായി 21 തവണ ജപിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ ഈ വീഡിയോയിൽ വ്യക്തതയോടെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിലുള്ള കമൻസാണ് കഴിഞ്ഞ 2 വീഡിയോസിലും എനിക്ക് കിട്ടിയത് നിങ്ങളുടെ സൈഡിൽ നിന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനായിട്ട് പേരും നാളും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെല്ലാവരുടെയും ഓരോ ആളുകളുടെയും ഒന്നുപോലും വിടാതെ ഓരോ ആളുകളുടെയും പേര് പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആരും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെസ്സും എന്താ പറയുക സന്തോഷവും സങ്കടവും കലർന്ന ഒരു ജീവിതമായിരിക്കും. നിങ്ങളുടെ മാത്രമല്ല എല്ലാവർക്കും അതെ. അതെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്ത് കടന്നു വരിക എന്നുള്ളതാണ് നമ്മളിലെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കടന്നെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു എഫേർട്ടും ഇടാതെ നമ്മളൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് വിജയം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ വിജയം ലഭിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം. പക്ഷേ എന്നാലും ആ ഒരു വിജയത്തിന് മുന്നിൽ നമ്മുടെ പരിശ്രമം എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലേ? ഏത് കാര്യമായിക്കോട്ടെ, അതിന് പഠിത്ത കാര്യമായാലും അല്ലെങ്കിൽ നമ്മൾ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളായാലും ശരി. അപ്പോൾ അതിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ പരിശ്രമം തന്നെയായിരിക്കും. ഇപ്പോൾ അത് വേറൊരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളാവട്ടെ അതൊരിക്കലും നടക്കരുത് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമത്തിന് അത്രയും എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ അതിൽ നിന്നും മാറ്റാൻ പറ്റില്ല. വിജയം തന്നെയാണ്, അല്ലേ? അപ്പോൾ നല്ലത് ചിന്തിക്കുക, നല്ലത് മാത്രം ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുക. കുട്ടികൾക്കായാലും കൂടെയുള്ളവർക്കായാലും നല്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അപ്രോച്ച് മാത്രമായിരിക്കും. ഇങ്ങനെ നല്ലത് ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ചെയ്താൽ മാത്രമേ വിജയം വരിക്കുള്ളൂ, അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ നമുക്ക് തിരിച്ച് പറയേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒട്ടും നമ്മൾ മടിക്കരുത്. അത് വേറെ. നമ്മളിപ്പോൾ ഏത് കാര്യത്തിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നല്ലതാണോ ചെയ്തത് എന്നുള്ളത് നമ്മളൊന്ന് 1-2 തവണ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മൾ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതിനുള്ള വിജയം നമുക്ക് തന്നെയാണ്. അതിപ്പം ഓപ്പോസിറ്റിരിക്കുന്ന ആൾ എത്രയൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കിയാലും നന്മ അല്ലെങ്കിൽ സത്യത്തിൻ്റെ പുറകിൽ മാത്രമേ ദൈവം വസിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം വിജയിക്കണമെങ്കിൽ അതിന് നമുക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ സപ്പോർട്ട് ഉറപ്പായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സ്ട്രെസ്സ് മാക്സിമം റിലീവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് നന്മകൾ വന്നു ചേരും. അതുപോലെ തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള ഡിപ്രഷനും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന എന്ന് പറയുന്നൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ലൈഫിനെ ഒത്തിരി നല്ല കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിക്കും. വാരാഹി ദേവിയുടെ മന്ത്രം അതിശക്തമായ മന്ത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം 5 മിനിറ്റ് നിങ്ങൾ ദേവിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ദേവിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ, ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇനി ശ്രമിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ശ്രമിക്കുക.
ഉറപ്പായിട്ടും ദേവി നിങ്ങളെ ചേർത്ത് പിടിക്കും. ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യം സാധിച്ചു തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്രമാത്രം മനസ്സിൽ വിചാരിക്കുക. നമ്മൾ നല്ലത് ചെയ്ത വ്യക്തിയാണ് എന്നുള്ള ബോധ്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല. വിജയം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും, ആരൊക്കെ കള്ളക്കേസിൽ കുടുക്കിയാലും, ഏതൊക്കെ രീതിയിൽ നിങ്ങളെ ഡൗൺ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ഫൈറ്റ് ചെയ്ത് നിങ്ങൾ ഉയർന്നു വന്നിരിക്കും എന്നതിൽ സംശയമില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഒരു ശക്തി വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരിൽ അവർ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷമാവുകയില്ല. അപ്പോൾ ഇത്രമാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ദേവിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഒന്നും തന്നെ നിങ്ങളെ ചെയ്യാൻ പറ്റുകയില്ല. ദേവിയുടെ ശക്തി അപാരമാണ്. ദേവി മന്ത്രം നിങ്ങൾ 21 ദിവസം തുടർച്ചയായി ഒരു കാര്യം വിചാരിച്ച് 21 തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏതു ശത്രുക്കളായാലും അവരെ ഭസ്മമാക്കാൻ ദേവിക്ക് സാധിക്കും. നിങ്ങളെ തൊടാൻ പോലും കഴിയില്ല അവർക്ക്. അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും മോശമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കെന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ചിന്തകൾ മാറ്റി നല്ല രീതിയിലുള്ള ചിന്തകൾ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നു ചേരുകയുള്ളൂ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അധികം വൈകിക്കുന്നില്ല. മന്ത്രം ഏതാണെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ആ മന്ത്രം 21 തവണ ജപിക്കുക. 5 മിനിറ്റ് ദേവിക്കായി മാറ്റി വയ്ക്കുക. ഓം മഹാഘോരായ നമഃ. 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 ഓം മഹാഘോരായ നമഃ.
ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഓം മഹാഘോരായ നമഃ. ഈ ഒരു മന്ത്രം 21 തവണ 21 ദിവസം തുടർച്ചയായി ചൊല്ലുക. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യുക. പേരും നക്ഷത്രവും ഉൾപ്പെടെ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.